ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നീക്കം നിഗൂഢമാണോ എന്നാണ് ചോദ്യം. തീർച്ചയായും നിഗൂഢമാണ്. പക്ഷേ അത് നടക്കാൻ പോകാത്തതുമാണ്, അഥവാ നടക്കാൻ സാധ്യതയില്ലാത്തതാണ് എന്നതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. ഞാനിതിനെ കണക്കാക്കുന്നത് രോഗത്തേക്കാൾ മാരകമായ ചികിത്സയാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ രാംനാഥ് കോവിന്ദിനെ ഒരു സമിതി അധ്യക്ഷനാക്കി ഇത്തരം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പഠനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കാനെടുത്ത തീരുമാനം തന്നെ തെറ്റാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. എന്തുകൊണ്ടെന്നാൽ നിലവിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പ്രസിഡന്റിനെ ഒരു സർക്കാർ അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആമായി നിയോഗിച്ചിട്ടില്ല. അത്ര തന്നെ. അത് തന്നെ ആ പദവിയോട് ചെയ്ത ഏറ്റവും വലിയ അനാദരവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു കമ്മിറ്റിയാണ്. ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി പഠനം നടത്തിയതിനു ശേഷം ഒരു റിപ്പോർട്ട് ബ്യൂറോക്രസിക്ക് കൊടുത്താൽ ആ മുൻകാല പ്രസിഡന്റിൻ്റെ തീരുമാനത്തെ വെട്ടുന്നത് ആരാണ്? അവിടെ ഇരിക്കുന്നൊരു ബ്യൂറോക്രാറ്റാണ്. അപ്പോൾ അടിസ്ഥാനമായി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളിലൊന്നും വിശ്വസിക്കാത്തൊരു നീക്കമായിട്ട് തന്നെയാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. ഇതതിൻ്റെ ഔട്ട്സെറ്റ് എന്തുകൊണ്ട് രാംനാഥ് കോവിന്ദിനെ ഈ കമ്മിറ്റി ഒരു പഠനം നടത്താൻ നിശ്ചയിക്കപ്പെടാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ 3 കാരണങ്ങൾ കൊണ്ട് ഇത് നടക്കാൻ സാധ്യതയില്ല. ഒന്ന്, ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറലിസം എന്ന് പറയുന്ന ആശയത്തിന് എതിരാണ് എന്നത്. രണ്ടാമത്തത്, കൃത്യമായ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. നിലവിൽ ഈ സർക്കാരിന് ഇത് നടപ്പിലാക്കിയെടുക്കാൻ കഴിയില്ല. മൂന്നാമത്തത് എന്തുകൊണ്ടെന്നാൽ നിലവിലുള്ള രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ അതൊട്ടും സാധ്യവുമല്ല. ഞാൻ ആദ്യത്തിലേക്ക് വരാം. എന്താണ് ഭരണഘടനാ ദർശനം? ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. സ്റ്റേറ്റുകളുടെ യൂണിയൻ എന്നാണ് പറയുന്നത്. ഓർമ്മിക്കണം, അവിടെ സെൻറ്റർ എന്ന വാക്ക് എന്തുകൊണ്ടാണ് ഭരണഘടനാ അസംബ്ലി ഉപേക്ഷിച്ചത് എന്നത് ആ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ത്യയുടെ ഫെഡറലിസം എന്ന് പറയുന്നത് കനേഡിയൻ ഫെഡറലിസത്തിന് സമാനമായ ഒരു ഫെഡറൽ സംവിധാനമാണ്. അമേരിക്കൻ ഫെഡറലിസം പോലുമല്ല. അമേരിക്കൻ ഫെഡറലിസം ഒരു ടിപ്പിക്കൽ ഫെഡറലിസമായിട്ടാണ് നമ്മൾ കണക്കിലാക്കുന്നത്. അവിടെ 50 സംസ്ഥാനങ്ങൾക്കും അതാത് അവകാശങ്ങളും അതാത് ഭരണഘടനകളും അതാത് പൗരത്വവും നിലവിലിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് അമേരിക്ക. എന്നാൽ കാനഡയിൽ അങ്ങനെയല്ല. ഒരേ സമയത്ത് തന്നെ യൂണിറ്ററി ഫീച്ചേഴ്സും അതേസമയം തന്നെ ഫെഡറൽ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന ഒരു അർദ്ധ ഫെഡറൽ അർദ്ധ യൂണിറ്ററി സംവിധാനമാണ്. കുറേയൊക്കെ യൂണിറ്ററിയോട് ചേർന്ന് നിൽക്കുന്ന ക്വാസി ഫെഡറൽ എന്നാണ് KC വേർനെ പോലെയുള്ള ഭരണഘടനാ വിദഗ്ധർ ഇന്ത്യൻ ഫെഡറലിസത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഫെഡറൽ ആശയങ്ങൾക്കെതിരാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. സ്വാഭാവികമായൊരു ചോദ്യം വരാം. ഇന്ത്യ രൂപീകരിക്കപ്പെടുന്ന 1950 മുതൽ 67 വരെ ഏകദേശം 90% തിരഞ്ഞെടുപ്പുകളും നടന്നിരുന്നത് 59ലെയും 67, 68 കാലഘട്ടങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾ മാറ്റി നിർത്തിയാൽ ആ ഫെഡറൽ സംവിധാനത്തോട് യോജിക്കാത്ത ഒരു തിരഞ്ഞെടുപ്പായിരുന്നില്ലേ? ആയിരുന്നു. അത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിലായിരുന്നു. അന്ന് ഇന്ത്യയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വമായിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക സർക്കാരുകൾ ഭരിച്ചിരുന്നു. എന്നാൽ 1970-കൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന വലിയ മാറ്റം 1980-കളും 90-കളും കൊണ്ടുവന്ന പ്രാദേശികമായിട്ടുള്ള പാർട്ടികളുടെ വലിയ കടന്നുവരവ്, ദേശീയ പാർട്ടികളെ ചോദ്യം ചെയ്തുകൊണ്ട് വിവിധ ഇടങ്ങളിൽ പ്രാദേശിക സത്രപ്സ് എന്നറിയപ്പെടുന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെട്ടത്. ഈ രൂപപ്പെട്ടതിൻ്റെ ഒരു തുടർച്ചയെന്ന വണ്ണം ഇന്ത്യയുടെ ജനാധിപത്യം ആ ഒരു പാർട്ടി ആധിപത്യത്തിൽ നിന്ന് പ്രാദേശിക പാർട്ടികളുടെയും കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ മനോഹരമായ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് പൂർണ്ണമായും ക്രിയാത്മകമായി പരിണമിക്കുന്നതാണ് കണ്ടത്. ഈ കാലഘട്ടത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ആ കോണ്ടെക്സ്റ്റിനോ ഭരണഘടന മുന്നിൽ വയ്ക്കുന്ന ആശയങ്ങൾക്കോ ചേരുന്നതല്ല എന്നതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. കാരണം അടിസ്ഥാനമായി ഫെഡറലിസം ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മാത്രമല്ല, വൈവിധ്യങ്ങളേറെയുള്ള ഒരു നാട്ടിൽ, വളരെ അസിമെട്രിക്കലായി മനുഷ്യർ ചിന്തിക്കുന്ന ഒരു നാട്ടിൽ, ഡൈവേഴ്സിറ്റി വളരെയധികം നിലവിലിരിക്കുന്ന ഒരു നാട്ടിൽ ഫെഡറലിസവും പാർലമെൻ്ററി ജനാധിപത്യവും ചേരുന്ന ഒരു കോമ്പിനേഷനാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രാഥമികമായി രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കേണ്ട പാഠമാണ്. എന്നാൽ ഇതിനെ എന്തുകൊണ്ടാണ് BJP അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? ഒറ്റ നീക്കമേ ഉള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജഭരണത്തിൻ്റെ തുടർച്ചയായി ഒരു ഏകശിലാത്മകമായ ഒരു നേതാവിനെയും ആ നേതാവ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ സമ്പൂർണ്ണമായ വിജയവും മാത്രം ഉറപ്പാക്കുന്ന ഒരു സംവിധാനം. അതാണ് വിരാട് പുരുഷ സങ്കല്പത്തിൽ എപ്പോഴും നമ്മളതിനെ മനുഷ്യ ശരീരമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു സ്റ്റേറ്റിനെ ആ ഒരു മനുഷ്യ ശരീരമായി കണക്കാക്കുമ്പോൾ അതിൻ്റെ തല എവിടെ, ഹൃദയം എവിടെ എന്ന ചോദ്യത്തിന് സെൻറ്റർ. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അസംബ്ലി സെൻറ്റർ
സെൻറ്റർ എന്നുള്ള പദം ഒഴിവാക്കുകയും യൂണിയൻ എന്നൊരു വാക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. യൂണിയൻ്റെ ഒരു സ്വഭാവം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഘടകങ്ങളില്ലാതെ ആ യൂണിയൻ ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സെൻറ്റർ എന്നുള്ളത് അപ്രത്യക്ഷമാവുകയും എല്ലാ സ്റ്റേറ്റുകളും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ മാത്രം സംജാതമാകുന്നതുമായ ഒരു ആശയമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന ആശയത്തിൻ്റെ എതിരാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. അത് ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് നിരക്കുന്നതല്ല. ഇനി ഭരണഘടനയുടെ പ്രൊവിഷനിലേക്ക് വന്നാലോ, അവിടെയാണ് കണക്കുകൾ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത്. കണക്കുകൾ ഈ നീക്കത്തിനെതിരാണ്. ചുരുക്കത്തിൽ 2 പ്രധാനപ്പെട്ട ബില്ലുകളും 15 ഭേദഗതികളുമാണ് രാംനാഥ് കോവിന്ദ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. 2 ബില്ലുകളിൽ ഒരു ബില്ല് എന്ന് പറയുന്നത് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി കുറച്ചുകൊണ്ട് സിൻക്രണൈസ് ചെയ്യുക, ഒരേ കാലത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. അതേസമയം രണ്ടാമത്തെ ബില്ലെന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുകളുടെ കാലാവധിയും ഇതിനോട് കൂട്ടിയോജിപ്പിക്കുക എന്നതാണ്. രണ്ട് ബില്ലായിട്ടാണ് അവതരിപ്പിക്കുക. ഒന്ന് ആർട്ടിക്കിൾ 83-ഉം മറ്റൊന്ന് 172-ഉം അതിനെ മറികടക്കണം. മറ്റൊന്ന് ആർട്ടിക്കിൾ 324 പാർലമെൻ്ററി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെ കാലാവധിയെ മറികടക്കണം. ഇതിലെന്താ പ്രശ്നമെന്ന് വെച്ചാൽ ആദ്യത്തെ നീക്കം, അതായത് ഈ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി വെട്ടിച്ചുരുക്കുകയോ അത് മാറ്റുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ടെങ്കിൽ അത് സാധ്യമാവും. ലോക്സഭയിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിൽ, രാജ്യസഭയിൽ ഭൂരിപക്ഷമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നടപ്പിലാക്കാൻ സാധിക്കും. കാര്യം സ്റ്റേറ്റിൻ്റെ പിന്തുണ ഇതിന് ആവശ്യമില്ല. പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണ ആവശ്യമുള്ളൊരു ഭരണഘടനാ ഭേദഗതിയല്ല അത്. അതുകൊണ്ട് NDAക്ക് ലോക്സഭയിലും രാജ്യസഭയിലും നിശ്ചിത ഭൂരിപക്ഷമുണ്ടെങ്കിൽ സാധ്യമാവും. പക്ഷേ ഇവിടെയും കണക്ക് നിലവിൽ ഭരണപക്ഷത്തിനെതിരാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിൽ തന്നെ 3/2 ഭൂരിപക്ഷം ആവശ്യമുള്ള ഭേദഗതിയാണ് ആർട്ടിക്കിൾ 82A എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന ഭാഗത്തും ഒപ്പം ആർട്ടിക്കിൾ 173-ലും കൊണ്ടുവരേണ്ടത്. അങ്ങനെ വന്നാൽ എന്താ പ്രശ്നം? നിലവിൽ നമ്മൾ കണക്ക് നോക്കൂ. കണക്ക് വളരെ കൗതുകരമാണല്ലോ. 291 അംഗസംഖ്യ മാത്രമാണ് NDAക്കുള്ളത്. നിലവിൽ കേവല ഭൂരിപക്ഷം കടക്കാൻ അത് മതി. 272 മറികടക്കാൻ TDPയുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ അത് സാധ്യമാവും. TDPയുടെ ഇല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം 271 MP-മാരുടെ പിന്തുണ ഈ നീക്കത്തിന് ലോക്സഭയിലുണ്ട്. അതായത് ഒരു അംഗത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. TDPയെ നാളെ ഇതിനോടൊപ്പം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വന്നാൽ 293 എന്ന സംഖ്യയിലേക്ക് പോകും. അതുകൊണ്ട് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം കടക്കും. പക്ഷേ രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ഈ പ്രൊവിഷൻ ഭേദഗതി ചെയ്യണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. ആരുടെ? സഭയിൽ ഹാജരായ അംഗങ്ങളുടെ. ഇന്ത്യയിൽ ലോക്സഭയിൽ മൊത്തം ഹാജരായ അംഗങ്ങളിൽ 3/2 ഭൂരിപക്ഷം വേണമെന്നുണ്ടെങ്കിൽ നിലവിൽ മൊത്തം നമ്മൾ കണക്കിലെടുത്താൽ 362 അംഗങ്ങളുടെ പിന്തുണ വേണം. അതായത് ഇപ്പോഴുള്ള അംഗസംഖ്യയിൽ നിന്നും 69 അംഗങ്ങളുടെ കുറവുണ്ട് ലോക്സഭയിൽ. ഇനി 100ഓളം അംഗങ്ങൾ വിട്ടുനിൽക്കുന്ന പക്ഷം മാത്രമാണ് നിലവിലുള്ള 293 അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ 3/2 ഭൂരിപക്ഷം ഹാജരായ അംഗങ്ങളിൽ 3/2 ഭൂരിപക്ഷം കടക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഒരു കാരണവശാലും കണക്കുകൾ ഈ ഗൂഢനീക്കത്തെ പിന്തുണയ്ക്കുന്നതല്ല. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ടാമത്തെ ബില്ല് ഏതാണ്? അത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാലാവധി കുറയ്ക്കുന്നതാണ്. അതിലേക്ക് എത്തിയാലും ഉണ്ട് അപകടം. അവിടെ എത്തിക്കഴിഞ്ഞാൽ 3/2 ഭൂരിപക്ഷം പോരാ. അതുകൂടാതെ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെട്ടതിന് ശേഷം പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണ കൂടി വേണം. നിലവിൽ ഇന്ത്യയിൽ 19 സംസ്ഥാനങ്ങളുണ്ട് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ പലതും ഈ ബില്ലിനെ അനുകൂലിക്കാനുള്ള സാധ്യതയില്ല. പല സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം നന്നേ കുറവുമാണ്. അവിടെ കൂട്ടുകക്ഷികളുടെ പിന്തുണയുണ്ട്, അഥവാ മറ്റു കക്ഷികൾ ഇതിനെതിരെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇതേ പ്രൊവിഷൻസ് ഇവിടെയും ബാധകമാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കണക്കുകൾ വെച്ചുകൊണ്ട് ഇത് അസാധ്യമായ ഒരു നീക്കമെന്നാണ്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ ഇത് ഒട്ടും ലോജിക്കലല്ലാത്ത, രാഷ്ട്രീയമായി നിലനിൽക്കാത്തൊരാശയമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ 2029 നമ്മളുടെ ലോക്സഭയിലേക്കും ഒപ്പം നമ്മളുടെ സംസ്ഥാനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് നടക്കണം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 12 സംസ്ഥാനങ്ങളിൽ 2028 തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും മുന്നോട്ട് നീക്കാൻ കഴിയില്ല. കാരണം 5 വർഷമേ പരമാവധി ആ കാലാവധി അവിടെ കൊടുക്കാൻ സാധിക്കൂ. അതല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്ക് മാത്രം 6 വർഷം കാലാവധി നീട്ടി നൽകണം. അത് ഈ സംസ്ഥാനങ്ങൾക്ക് മാത്രമായി നൽകാനും കഴിയില്ല. അതുകൊണ്ട് 2028 തിരഞ്ഞെടുപ്പ് നടന്നാൽ 2029 ആകുമ്പോഴേക്കും ഹിമാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, കർണാടക, തെലങ്കാന, മിസോറാം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങൾക്ക് 1 വർഷം മാത്രം കാലാവധിയാവുന്ന സർക്കാരായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വന്നാൽ 2029 1 വർഷം കാലാവധിയുള്ള സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടേണ്ടി വരും. അത് സാധ്യമല്ല. ഇനി രണ്ടാമത്തത്,
ഈ കേരളമടക്കം 3 വർഷം കാലാവധിയുള്ള സംസ്ഥാനങ്ങളുണ്ട്. കേരളം, ആസാം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ. 2026 തിരഞ്ഞെടുപ്പ് നടക്കും. 29 ആകുമ്പോഴേക്കും 3 വർഷമേ ആവൂ, 2 വർഷം ബാക്കിയുണ്ടാവും. UP, പഞ്ചാബ്, ഗുജറാത്ത് ഗവൺമെൻറ്റുകൾക്ക് 2027 തെരഞ്ഞെടുപ്പ് നടക്കും. ബാക്കി അവശേഷിക്കുന്നത് 2 വർഷമാണ്. 3 വർഷം അവശേഷിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ചുരുക്കത്തിൽ ഭരണഘടനയുടെ ദർശനത്തിനെതിരായ, ഇന്ത്യയുടെ പാർലമെൻ്ററി സംവിധാനത്തിനെതിരായ, ഇന്ത്യയുടെ ഫെഡറലിസത്തിനെതിരായ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തിനെതിരായ, രാഷ്ട്രീയമായി ഒരു ലോജിക്കും ഒരു യുക്തിഭദ്രതയും ഇല്ലാത്ത ഒരു നീക്കമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ആ നീക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു ഗവേണൻസ് ഇല്ല, ഇവിടെ ഒരു പ്രധാനമന്ത്രി ഇല്ല, ഇവിടെ ഒരു സർക്കാരില്ല എന്ന തോന്നൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറുപടക്കം മാത്രമാണ്. ആ ഏറുപടക്കത്തിനപ്പുറം മറ്റൊന്നുമില്ല. ഇതൊരു കേവലം ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൺകെട്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രോഗത്തേക്കാൾ മാരകമായൊരു ചികിത്സയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇതിനെങ്ങാനും നടപ്പിലാവുകയാണെങ്കിൽ അത് പ്രാദേശിക പാർട്ടികളുടെ അന്ത്യമാണ്, വൈവിധ്യത്തിൻ്റെ അന്ത്യമാണ്, പാർലമെൻ്ററി ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയുമാണ്. ഏറ്റവും കൗതുകകരമായ കാര്യം, ഇതിനെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ആൻഡ് കൊമേഴ്സ് ആണ്. അപ്പം വ്യാപാര സ്ഥാപനങ്ങളും വ്യാപാര സംഘടനകളുമാണ് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. പക്ഷേ ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യത്തെ നിശ്ചയിച്ചത് ഈ കച്ചവടക്കാരല്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ പാർലമെൻ്ററി ജനാധിപത്യം വേണം എന്ന് പറയാനുള്ള കാരണം ഇന്ത്യയുടെ മഴവില്ലഴകുള്ള വൈവിധ്യത്തെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കൂ. അത് ഏതെങ്കിലും തരത്തിലൊരു വ്യക്തിയുടെ, ഒരു പാർട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന പാർലമെൻ്ററി പ്രസിഡൻഷ്യൽ ജനാധിപത്യം ആകരുത് എന്ന് നിശ്ചയദാർഢ്യമുള്ളതുകൊണ്ടാണ് ആ നീക്കത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ നിഗൂഢമായിട്ടുള്ള നീക്കമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നീക്കം നിഗൂഢമാണ്, രോഗത്തേക്കാൾ മാരകമായ ചികിത്സയാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.